ഞാൻ ഇന്നത്തെ ദിവസം മൊത്തം വെച്ചൊക്കെ ഞാൻ ഇന്നൊന്നും ചെയ്തില്ല, പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം പോലും ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരാണോ നിങ്ങൾ? ഞാൻ ചില സമയത്ത് എനിക്കങ്ങനെ തോന്നാറുണ്ട്. ബിക്കോസ് നമ്മൾ ഈ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആണ് നമ്മളെ ഒരു പരിധി വരെ ഇങ്ങനെ ആക്കുന്നത്. ഒരു ദിവസം നമ്മളൊന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രൊഡക്റ്റീവ് അല്ല എന്നൊന്നും അല്ല. വി ആർ ജസ്റ്റ് ടേക്കിംഗ് എ ബ്രേക്ക്. നമ്മൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, നമ്മളേതെങ്കിലും റെസ്റ്റ് എടുക്കുന്നതും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന കാറ് വാങ്ങുന്നു, ട്രിപ്പ് പോകുന്നു, കൊളാബ് ചെയ്യുന്നു, ഗൂഗിളിൻ്റെ ഓഫീസിൽ പോകുന്നു, ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മൾ എന്താണ് ഈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല, അവർക്കൊക്കെ എല്ലാം പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു തോട്ട് വരുന്നത് ഈ ഓവർ സോഷ്യൽ മീഡിയ കൺസംഷൻ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്നത് വാട്ട് ദേ വോണ്ട് ടു ഷോ ടു അതേഴ്സ്. അവർക്ക് മറ്റുള്ളവരെ എന്ത് കാണിക്കണം എന്ന് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസോ അവരുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസോ അല്ലെങ്കിൽ അവരുടെ മോശം സമയം ഒന്നും കാണിക്കുന്നില്ല. ദേ നോ നാട്ടുകാർക്ക് എന്ത് കണ്ടാലാണ് ഡോപ്പമിൻ ഹൈക്ക് കിട്ടുന്നത്. ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം അവരെല്ലാം സൈക്കോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പിടിച്ചിരുത്തുന്നതും ഈ സ്ക്രോളിങ് നമുക്കൊരു ഒരു അഡിക്ഷൻ പോലെ ആവുന്നതും ഈ ഒരു ഡോപ്പമിൻ ഹൈക്ക് കാരണമാണ്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ മതി, ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന വീഡിയോസ് ചിലപ്പം ഈവൻ ഞാനും ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് ഗ്യാപ്പിലാണ് ഓരോ ഫ്രെയിംസ് മാറുന്നത്. അതെല്ലാം നമ്മുടെ ബ്രെയിനിനെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവായതുകൊണ്ടാണ് ഇവർ ഈ 3 സെക്കൻഡിൽ. അപ്പോൾ അതൊക്കെ ഒരു ട്രാപ്പാണ്. എല്ലാം നമ്മുടെ സൈക്കോളജി വെച്ചിട്ടാണ് ഇപ്പം എല്ലാം മുന്നോട്ട് പോകുന്നത്. സോ നമ്മൾ ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കുക. അതൊന്നും നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാത്തതോ ഒന്നുമല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ഹാം ചെയ്യുവാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ. സോ തിങ്ക് വൈസ്ലി ആൻഡ് യൂസ് സോഷ്യൽ മീഡിയ വൈസ്ലി.